وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും തളർച്ചയിലും വളർച്ചയിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ഇഷ്ടവും സ്നേഹവും പ്രീതിയും തൃപ്തിയും നേടിയെടുത്ത് വിജയം നേടി സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ കൂടിയിരിക്കുവാനും അവൻ്റെ കലിമത്തിനെ കുറിച്ച് ലോകത്തെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ, പകരം വെക്കാനില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിനേക്കാൾ തൂക്കമുള്ള, വലുപ്പമുള്ള, ആഴമുള്ള, അർത്ഥമുള്ള, വ്യാപ്തിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ വചനത്തെക്കുറിച്ച് പറയാൻ, കേൾക്കാൻ, ചർച്ച ചെയ്യാൻ അവൻ നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, അവസരം നാളെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തുലാസിൽ വലിയ കനം തൂങ്ങുന്ന, നന്മക്ക് വലിയൊരു ഭാഗമായി മാറുന്ന ഒരു കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫപ്പെടുത്തി തരികയും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും സ്വർഗത്തിലേക്ക് നമ്മെ അണച്ചു ചേർക്കുകയും നരകത്തിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ മുന്നേ സംസാരിച്ച സഹോദരൻ മിസാജ് പറഞ്ഞതുപോലെ ലോകത്ത് പിശാച് മനുഷ്യനിലേക്ക്
ഷിർക്ക് എന്ന് പറയുന്ന വലിയ പാതകം കടത്തിക്കൊണ്ടുവന്നത് ഒരു സുപ്രഭാതത്തിലല്ല. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞത്. ലോകത്ത് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവർ വളരെ വിരളമാണ്. എല്ലാറ്റിനെയും ആരാധിക്കുന്ന മനുഷ്യർ, കല്ലിനെയും മുള്ളിനെയും മുരുടനെയും മൂർക്കം പാമ്പിനെയും കാഞ്ഞിരക്കുറ്റിയെയും തുടങ്ങി കണ്ണിൽ കണ്ട സകലതിനെയും ആൽത്തറകളെയും മക്ബറകളെയും എല്ലാം ആരാധിക്കുന്ന മനുഷ്യർ, അതിൽ നിന്ന് ഏകനായ സൃഷ്ടാവിനെ, നിയന്താവിനെ, അന്നദാതാവിനെ, രാജാതിരാജനെ, പടച്ചറബിനെ മാത്രം ആരാധിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൽ പോലും വളരെ വിരളമാണ്, അപൂർവമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, സ്വർഗത്തിൽ തന്റെ കൈകൊണ്ട് പടച്ച് റൂഹ് ഊതിക്കൊടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ എങ്ങനെയാണ് ശിർക്ക് വരുന്നത്? വളരെ തന്ത്രപരമായി, ഘട്ടം ഘട്ടമായി, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് മനുഷ്യവംശത്തിലേക്ക് ശൈത്താൻ ശിർക്കിനെ കടത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു വിഗ്രഹത്തെ കൊണ്ടുവച്ചതിനെ ആരാധിക്കാൻ പറഞ്ഞാൽ, അവന്റെ കഴുത്തറുക്കുമെന്ന് പറഞ്ഞാൽ പോലും അവനതിന് തയ്യാറാവുകയില്ല. കാരണം അത് വലിയ പാതകമാണെന്ന് അവനറിയാം. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ശിർക്കിന്റെ കറുത്ത അധ്യായങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുന്നത്? അതൊരു ഹ്രസ്വചിത്രമാണ് മിസാജ് പറഞ്ഞു വെച്ചത്. അതായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം ഉപ്പയുടെ കാൽപ്പാടുകളെ കൃത്യമായി പിൻപറ്റുന്ന മനുഷ്യർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തതുപോലെ, പറഞ്ഞു കൊടുത്തതുപോലെ തൗഹീദിന്റെയും അദ്ദേഹത്തിന്റെ ചര്യയുടെയും വക്താക്കളായി ഉപ്പയുടെ കാൽപ്പാടുകൾ കൃത്യമായി പാലിച്ചു പോന്ന മക്കൾ. അവരുടെ പേരാണ് വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ. അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് മുഴുവൻ അവർ ജീവിച്ചു, സുന്ദരമായി ജീവിച്ചു. ജീവിതത്തിൽ ഒരുപാട് നല്ല അധ്യായങ്ങൾ രചിച്ചു, നല്ലോണം നിസ്കരിച്ചു, നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്തു, നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, അല്ലാഹുവിനനുസരിച്ചു, എല്ലാം ചെയ്തു. അവർ മരണപ്പെട്ടു. വദ് മരണപ്പെട്ടു, സുവാഅ മരണപ്പെട്ടു, യഗൂസ് മരണപ്പെട്ടു, യഊഖ് മരണപ്പെട്ടു, നസ്ർ മരണപ്പെട്ടു. അവർ ചെയ്തിരുന്ന നന്മയുടെ നാളുകളിൽ ഒരു ശൂന്യത ഉണ്ടാവാൻ തുടങ്ങി. അവർ ചെയ്തിരുന്ന നന്മകൾ ഇനി ആര് ചെയ്യും? അവർ ചെയ്തിരുന്ന സുഹൃതങ്ങൾ ഇനി ആര് ചെയ്യും? ഇനി ആര് തുടർന്നു കൊണ്ടുപോകും? ഒരു ചോദ്യമായി അത് മാറി സമൂഹത്തിൽ. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടു, ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. ശൈത്താൻ അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ബേജാറാവണ്ട, വദ്ദിന്റെയും സുവാഇന്റെയും യഗൂസിന്റെയും യഊഖിന്റെയും നസ്റിന്റെയും എല്ലാം മങ്ങലേൽക്കാത്ത ഓർമ്മകൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ചിത്രം വരക്കുന്നവരുണ്ട്. ആ ചിത്രം വരക്കുന്നവരെ വിളിച്ചിട്ട് വദ്ദിന്റെയും സുവാഇന്റെയും എല്ലാം ചിത്രം വരച്ചു വെക്കാൻ അവരോട് പറയുക. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കും നിങ്ങളുടെ പിന്മുറക്കാരായ തലമുറക്കും ആ ചിത്രം കാണുമ്പോൾ അവരെക്കുറിച്ച് ഓർമ്മ വരാൻ. അവരെക്കുറിച്ച് ഓർമ്മ വരുന്നത് എന്തിനാണ്? അവർ ചെയ്ത നന്മകൾ മരിച്ചു പോകാതിരിക്കാൻ, അവർ ചെയ്ത സുഹൃതങ്ങൾ മങ്ങിപ്പോകാതിരിക്കാൻ. ഒരു കുഴപ്പമില്ലല്ലോ. വളരെ ആരോഗ്യപരമായൊരു ഉപദേശം. അവരത് സ്വീകരിച്ചു. വദ്ദിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു, സുവാഇന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞു. 2-3 തലമുറ കഴിഞ്ഞപ്പോൾ ശൈത്താൻ വീണ്ടും വന്നു. ഈ ചിത്രങ്ങൾ, മഴ പെയ്യുന്നുണ്ട്, വെയിലടിക്കുന്നുണ്ട്, കാലാവസ്ഥകൾ, ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നുണ്ട്. ഈ ചിത്രങ്ങൾക്ക് മങ്ങലേറ്റേക്കാം, ഈ ചിത്രങ്ങൾ മങ്ങിപ്പോയേക്കാം. അതോടൊപ്പം അവരുടെ ഓർമ്മകൾക്കും മങ്ങൽ സംഭവിക്കാം, അവരുടെ ഓർമ്മകൾ നശിച്ചു പോകാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രങ്ങൾക്ക് പകരം നിങ്ങൾ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി വെക്കണം. കല്ലുകളിൽ, പാറക്കല്ലുകളിലും മറ്റും രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ മഴയോ വെയിലോ ആ രൂപങ്ങൾക്ക് മങ്ങലേൽപ്പിക്കില്ല. ശരിയാണ്. സച്ചരിതരായ തങ്ങളുടെ മുൻഗാമികളുടെ സ്മരണകൾ നശിച്ചു പോകാതിരിക്കാൻ അവരെന്ത് ചെയ്തു? രൂപം കൊത്തിവെച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശൈത്താൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അടുത്ത തലമുറയോട് ഇബ്ലീസ് ചോദിച്ചു, ഇതെന്തിനായിരുന്നു ഈ രൂപങ്ങൾ എന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അറിയാം. നല്ലവരായ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അവരെ ഓർക്കുന്നതിന് വേണ്ടി,
അവരെ സ്മരിക്കുന്നതിന് വേണ്ടി, അവരോട് തെളിച്ചിട്ട് പോയ നന്മയുടെ വഴിച്ചാലുകൾ എന്നും സജീവമായി നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഉപ്പാപ്പമാർ കൊത്തിവെച്ചതാണ് ആ ചിത്രം. ഇബ്ലീസ് പറഞ്ഞു, മാത്രമല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിന്റെ അപ്പുറത്ത് വേറെ ചിലത് കൂടിയുണ്ട്. എന്താണ്? അവര് നല്ല മനുഷ്യരാണ്, നിങ്ങൾക്കറിയാലോ. നിന്റെ ഉപ്പ അവരെ ബഹുമാനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം. നിന്റെ ഉപ്പാപ്പയും അവരെ ബഹുമാനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം. അതെ, ബഹുമാനിച്ചിട്ടുണ്ട്. ബഹുമാനിക്കുക മാത്രമല്ല, ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ അവർ അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? അള്ളാഹിനോട് നേരിട്ട് പറയേണ്ട, വദ്ദിനോട് പറഞ്ഞോ. നിങ്ങൾക്ക് രോഗമുണ്ടോ? അള്ളാഹിനോട് നേരിട്ട് പറയേണ്ട, സുവായിനോട് പറഞ്ഞോ. നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടോ? അള്ളാഹിനോട് നേരിട്ട് പറയേണ്ട, യൗസിനോട് പറഞ്ഞോ, യഊഖിനോട് പറഞ്ഞോ, നസ്റിനോട് പറഞ്ഞോ. അത് ഷോർട്ട് കട്ടാണ്, പടച്ച റബ്ബിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ്. നിങ്ങൾ പാപഭംഗിലമായ ജീവിതം നയിക്കുന്നവർ, നിങ്ങളുടെ വിളികൾക്ക് പടച്ച റബ്ബ് വേഗം ഉത്തരം നൽകുമോ എന്നറിയില്ല. പാപമുക്തമായ ജീവിതം നയിച്ച് ഇന്നലകളിൽ നന്മയുടെ കൊടുങ്കാറ്റുകളായി മാറിയ ഈ മനുഷ്യർക്ക് പെട്ടെന്ന് പടച്ചവൻ ഉത്തരം നൽകും. അതുകൊണ്ട് അവരെ വിളിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഈ ഇബ്ലീസിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്മരണക്ക് വേണ്ടി മാത്രം കൊത്തിവെക്കപ്പെട്ട ബിംബങ്ങളുടെ മുന്നിൽ, ചിത്രങ്ങളുടെ മുന്നിൽ മനുഷ്യർ ആരാധന തുടങ്ങി, അർത്ഥന തുടങ്ങി, സഹായതട്ടം തുടങ്ങി. സുജൂദിലേക്കും റുക്കൂഇലേക്കും കാണിക്കകളിലേക്കും നേർച്ചകളിലേക്കും ആഘോഷങ്ങളിലേക്കും കൊട്ടിപ്പാട്ടിലേക്കും കരച്ചിലേക്കും അങ്ങനെ 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 മനുഷ്യരിൽ വലിയൊരു വിഭാഗം പിഴച്ചു പോവുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൈത്താൻ ഒരു കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് ബിംബം കൊണ്ടുവച്ചു തരില്ല. ഷിർക്കിന്റെ വഴികൾ വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ തുറന്നു തരികയല്ല അവൻ ചെയ്യുക. ഘട്ടം ഘട്ടമായി ആ പാതാളത്തിലേക്ക് നിങ്ങളെ എങ്ങനെ കൃത്യമായി കൊണ്ടിടാമെന്ന് കാലങ്ങളായി അവൻ പയറ്റി തെളിയിച്ചിരിക്കുന്നു. കൃത്യമായി അവൻ ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി നമ്മുടെ നാട്ടിലെ ഉദാഹരണങ്ങളിലേക്ക് വരാം. ഒരു 10 വർഷമോ 20 വർഷമോ മുമ്പ് ഞങ്ങളൊക്കെ ഈ പ്രബോധന മേഖലയിൽ പിച്ച വെച്ചു വരുന്ന കാലം, സംസാരിച്ചു തുടങ്ങുന്ന കാലം, അന്ന് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് ഇസ്തിഗാസയെ കുറിച്ചാണ്, തവസ്സുലിനെ കുറിച്ചാണ്. മഹാന്മാരോട് സഹായം തേടിയാൽ അവർ കേൾക്കില്ല എന്നാണ് നാടാന്തരം ഗ്രാമാന്തരം പോയി ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. ഇന്ന് പറയുന്നത് എന്താണ്? ഒരു കാലത്ത് മഹാന്മാരോട് സഹായം തേടാം, മരിച്ചവരായ മഹാന്മാർ നമ്മുടെ സഹായതേട്ടം കേൾക്കും, അറിയും, മനസ്സിലാക്കും, നമുക്ക് ഉത്തരം നൽകും എന്നെല്ലാം പറഞ്ഞവർ, എന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ, ഇന്ന് പിശാച് അവരെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നറിയാം നിങ്ങൾക്ക്. ആ സഹായതേട്ടത്തിൽ നിന്ന് അവരൊരുപാട് മുന്നോട്ട് പോയി, ആ തവസ്സുലിൽ നിന്ന് അവരൊരുപാട് മുന്നോട്ട് പോയി. എന്നിട്ട് അല്ലാഹു അല്ലാത്ത വലിയുകളെ, മുദബ്ബിറുൽ ആലം, അതായത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവർ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു അല്ലാത്തവരെ കുറിച്ച്, അല്ലാഹു അല്ലാത്ത മനുഷ്യരെ കുറിച്ച്, സാധാരണ മനുഷ്യരെ കുറിച്ച് പറയാൻ അവർ തയ്യാറായി. അവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പറഞ്ഞു, വരുതേ, അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നേതാക്കന്മാരോട് പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, പണ്ഡിതന്മാരോട് പറഞ്ഞു. അവിടെയും നിന്നില്ല. ഇന്ന് മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് നീ പറയ്, അതെ, മടവൂര് തന്നെയാണ് പടച്ചോൻ, CM മടവൂര് തന്നെയാണ് പടച്ചോൻ. അൽ ഖാലിഖ് എന്ന അള്ളാഹുവിന്റെ സിഫത്ത് കൃത്യമായി CM മടവൂർ എന്ന മനുഷ്യന്റെ നേർക്ക് ചാർത്തി കൊടുക്കുന്ന അത്യന്തം ദാരുണമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ശൈത്താൻ പ്രവർത്തിക്കുക. ഷിർക്കിന്റെയും തൗഹീദിന്റെയും വിഷയത്തിൽ ഇങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുക. അന്ന് പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്, ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നാളെ പ്രവർത്തിക്കാൻ പോകുന്നതും ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അധികം വൈകാതെ മടവൂരിനെ പടച്ചവനായി വിളിക്കുന്നവർ, മടവൂരിനെ മുദബ്ബിറുൽ ആലമായി വിളിക്കുന്നവർ, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനെയല്ലാതെ അവന്റെ ഭവനങ്ങൾക്കുള്ളിൽ മറ്റാരെയും വിളിക്കരുത് എന്ന് പറയപ്പെട്ട പരിശുദ്ധ ഭവനങ്ങൾക്കുള്ളിൽ ബിംബങ്ങൾ കൊണ്ടുവെക്കുകയില്ല എന്ന് ആര് കണ്ടു? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു 10-15 വർഷം മുമ്പ് മടവൂരാണ് പടച്ചവനെന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ പറ്റുമോ? ഏത് സംഘടനയാകട്ടെ, സമസ്തയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഒരു 10, 15, 20 വർഷം മുമ്പ് CM മടവൂരാണ് പടച്ചവനെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ
അയാളെ അംഗീകരിക്കുമോ സമൂഹം? ഇന്ന് പാട്ടായി ഇറക്കുമ്പോ ആയിരങ്ങൾ അതിന് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു, ആയിരങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു പ്രഖ്യാപിക്കുന്നു, മടവൂരാണ് പടച്ചോൻ, മടവൂരാണ് പടച്ചോൻ. ഇത് പിശാചിന്റെ വിജയമാണ്, ഇത് ശൈത്താന്റെ വിജയമാണ്. ഒരു വാക്കുകൂടി കുറിച്ചു വെച്ചോളൂ, ഇതിവിടെ നിൽക്കില്ല, ഇവിടം കൊണ്ടും നിൽക്കില്ല. അവസാനം ബിംബാരാധനയിലേക്കും ബഹുദൈവാരാധനയിലേക്കും വഹ്ദാനിയത്തിന്റെ ഉടമകളായ മനുഷ്യരെ എത്തിച്ചതിന് ശേഷം മാത്രമേ ശൈത്താൻ അടങ്ങുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക, പിശാച് അടങ്ങുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ നോക്ക്, രണ്ടു കൂട്ടരെയും ഇബ്ലീസ് വഴിതെറ്റിച്ചത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയ മനുഷ്യർ, ആ മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ ആരായിരുന്നു? വദ്ദും സുവാഉം യഊസും യഊഖും നസ്റും എല്ലാം ആരായിരുന്നു? ചില്ലറക്കാരാണെന്ന് വിചാരിച്ചു എങ്കിൽ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കൾ, ശ്രേഷ്ഠരായ മനുഷ്യർ, അവരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചത്. ഇന്ന് വദ്ദിന് പകരം മൊയ്തി ഷേഖായി എന്ന് മാത്രം, സുവായിന് പകരം മമ്പറത്ത് തങ്ങളായി എന്ന് മാത്രം, യഊസിന് പകരം സി എം മടവൂരായി എന്ന് മാത്രം, നസ്റിന് പകരം ഉള്ളാളത്ത് തങ്ങളായി എന്ന് മാത്രം. ഔലിയാക്കളുടെ പേരുകളിൽ മാത്രമാണ് വ്യത്യാസം. പിശാച് ആ പാറ്റേൺ തന്നെ തുടർന്നു. എന്നും അവൻ വഴിതെറ്റിക്കുക ഈ കറാമത്തിന്റെ പേരുകൾ പറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കറാമത്ത്? കറാമത്തിനെ നിഷേധിക്കാൻ പറ്റോ? ഇല്ല. കറാമത്തിനെ നിഷേധിച്ചാൽ ഒരാൾ കാഫിറാവും. എന്നാൽ എന്താണ് കറാമത്ത്? കറാമത്ത് കൃത്യമായി അള്ളാന്റെ റസൂലിന്റെ തിരു ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കറാമത്തിനേക്കാൾ വലിയൊരു സംഗതി വേറുണ്ട്. അതെന്താണ്? മുഅ്ജിസത്താണ്. മുഅ്ജിസത്തും കറാമത്തും അള്ളാഹു നൽകുന്ന സംഗതികളാണ്. മുഅ്ജിസത്ത് വെളിപ്പെടുക പ്രവാചകന്മാരിലൂടെയാണ്, കറാമത്ത് വെളിപ്പെടുക അള്ളാഹുവിന്റെ വലിയുകളിലൂടെയാണ്. മുഅ്ജിസത്തിന്റെ എത്രയോ ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആവർത്തിച്ച് വിവരിച്ചു തരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് നടക്കുന്ന സംഭവം അള്ളാഹു വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവം വിവരിക്കുന്നത്? ഫിർഔനിന്റെ സാഹിര്യങ്ങൾ വരുന്നു, അവരുടെ മായാജാലങ്ങൾ കാണിക്കുന്നു, അവരുടെ മാരണ വിദ്യകൾ കാണിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു പോകുന്നു. മൂസാ നബിക്ക് പേടിയാവുന്നു, അദ്ദേഹത്തിന് ഭയം തോന്നുന്നു. കാരണം ഞാൻ കാണിക്കുന്നത് പോലെയുള്ള സംഗതിയാണ് ഇവരും കാണിക്കുന്നത്. എന്റെ വടി താഴെ ഇടുമ്പോൾ പാമ്പായി മാറുന്നു, ഇവരും അവരുടെ വടികളും കയറുകളും താഴെ ഇടുമ്പോൾ അത് പാമ്പായി മാറുന്നു. എവിടെയാണ് ഇവിടെ വ്യത്യാസം? അവിടെയാണ് അള്ളാഹു പറയുന്നത്, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അലാ വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. മൂസ ഭയപ്പെടേണ്ടതില്ല, മൂസ പേടിക്കേണ്ടതില്ല. അങ്ങയുടെ കയ്യിലുള്ള വടി താഴേക്ക് ഇട്ടുകൊള്ളുക. അവർ ഈ കാണിക്കുന്ന മായാജാലങ്ങൾ അങ്ങയുടെ കയ്യിലുള്ള വടിയില്ലാതെയാക്കി കളയുന്നതാണ്. അത് പാമ്പായി മാറി അതിനെ വിഴുങ്ങിക്കളയുന്നതാണ്. അവർ കാണിക്കുന്നത് മാരണമാണ്, സിഹറാണ്, മായാജാലമാണ്. അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞപ്പോ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന മുഅ്ജിസത്ത് നടക്കാൻ പോകുന്നു എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായത്. മുഅ്ജിസത്ത് നടക്കുന്നതിന്റെ ശരിക്ക് മനസ്സിലാക്കി വെച്ചോ. എന്റെ വാക്ക് കേൾക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്. സംഘടന കൊണ്ട് അന്ധത ബാധിക്കാത്ത മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്. ഉസ്താദുമാരുടെ മുന്നിൽ ബുദ്ധി പണയം വെക്കാത്ത മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്. ശരിക്ക് മനസ്സിലാക്കി വെച്ചോ, ശരിക്ക് പഠിച്ചു വെച്ചോ. തന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ഇടപെടുന്ന വീഴുന്ന ആ വടിപ്പാമ്പായി മാറി കാണിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ആ നിമിഷം വരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അല്ല പറഞ്ഞപ്പോ മാത്രമാണ് ഇത്രയും വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന വസ്തുത പോലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തിരിച്ചറിവുണ്ടായത്. ഒന്നാമത്തെ ഉദാഹരണം. അതുകൊണ്ടും കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഉമ്മത്തിനെയും കൂട്ടിക്കൊണ്ട് പലായനം ചെയ്യുകയാണ്. ഏത് ദിക്കിലേക്കാണ് പോകേണ്ടതെന്ന് പടച്ചറബ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടലിന്റെ ഭാഗത്തേക്ക് അങ്ങനെ നടക്കുന്നു. അങ്ങനെ ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്?
പിന്നിൽ നിന്നൊരു ആരവം കേൾക്കുകയാണ്. വല്ലാത്ത ഒച്ചപ്പാട് കേട്ടിട്ട് പിന്നോട്ട് നോക്കുന്ന സമയം അവര് കാണുന്നത് എന്താണെന്നറിയുമോ? ഊരിപ്പിടിച്ച വാളുമായി തങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, കൊന്നുകൊല വിളിക്കുന്നതിന് വേണ്ടി ഫിറഔനും പടയാളികളും രോഷത്തോടുകൂടി കാടിളക്കി വരികയാണ്. ഈ രംഗമാണ് മൂസാ നബി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരവസ്ഥയിൽ ഫലമ്മാ തറാ അൽ ജംആനി قال أصحاب موسى إنا لمدركون. മൂസാ നബിയുടെ കൂടെയുള്ള എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ മനുഷ്യരുടെ ഈമാനിന് പോലും ദൗർബല്യം സംഭവിച്ചു പോയി. അവരതാ പറയുകയാണ്, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുകയാണ്. ഇന്നാ ലമുദ്റകൂൻ. ഈ ചെങ്കടലിന്റെ തീരത്ത് മറ്റൊരു ചോരപ്പുഴ ഒഴുകാൻ പോകുകയാണ്. നമ്മുടെ കുട്ടികളും മക്കളും ഇതാ കൊല്ലപ്പെടാൻ പോകുകയാണ്. നമ്മുടെ ചരിത്രം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. ഇനി രക്ഷയില്ലല്ലോ, ഇനിയൊരു മാർഗമില്ലല്ലോ, ഇനിയൊരു പഴുതുമില്ലല്ലോ എന്ന് പറഞ്ഞ് മൂസാ നബിയുടെ അസ്ഹാബുകൾ സങ്കടപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ എന്റെ വടിയുണ്ട്, ആ വടി കൊണ്ട് ഞാൻ കടലിലേക്ക് അടിക്കാൻ പോകുകയാണ്. കടൽ പിറന്ന് വഴിയുണ്ടാകുമെന്നാണ് മൂസാ നബി പറഞ്ഞതല്ല. അങ്ങനെയൊന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മൂസാ നബിക്കറിയില്ല, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷേ മൂസാ നബിയുടെ ഹൃദയാന്തരങ്ങളിൽ അതിശക്തമായ തവക്കുലിന്റെ സ്ഫുരണമുണ്ടായിരുന്നു. മൂസാ നബി പറഞ്ഞു, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇന്ന മഅയ റബ്ബീ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. വഴി എന്താണെന്ന് എനിക്കറിയില്ല, മാർഗം എന്താണെന്ന് എനിക്കറിയില്ല. അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരുന്നതാണ്. അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, യാ മൂസാ അങ്ങയുടെ കയ്യിലുള്ള വടി കൊണ്ട് ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലയിലേക്ക് അടിച്ചുകൊള്ളുക. അപ്പോഴാണ് മൂസാ നബി വടി കൊണ്ടടിക്കുന്നത്. വടി കൊണ്ടടിക്കാനേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മൂസായോട് അല്ലാഹു പറഞ്ഞിട്ടില്ല. പക്ഷെ വടി കൊണ്ടടിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു അതാ കൽപ്പിക്കുകയാണ്, ചെങ്കടലിന്റെ തിരമാലകളെ, എന്റെ ദൂതന്റെ മുന്നിൽ നിങ്ങൾ വഴിയായി രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുക. വലിയ രണ്ട് പർവ്വതങ്ങൾ പോലെ ചെങ്കടലിന്റെ തിരമാലകൾ ആ പ്രവാചകന്റെ മുന്നിലേക്ക് മാറി നിൽക്കുകയാണ്, മുന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചെങ്കടലിന്റെ നടുവിൽ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നതിന്റെ മുന്നേ, അള്ളാഹുവിന്റെ അമ്ര കിട്ടുന്നതിന്റെ മുന്നേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നല്ല 1000 തവണ ചെങ്കടലിലേക്ക് ആവർത്തിച്ചടിച്ചാലും കടലിന്റെ തിരമാലകൾ വഴിമാറുമോ? ആ വഴി പ്രത്യക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം മുഅ്ജിസത്ത് പ്രത്യക്ഷപ്പെടുന്നത് മൂസാ നബിയുടെ ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമാണ്. അതുപോലെ തന്നെ കറാമത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഔലിയാക്കളുടെ ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരമാണ്. മൂസാ നബിയുടെ ജീവിതത്തിൽ മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. ഈ പറയുന്ന ഇസ്രായേലുകൾ മരുഭൂമിയിലെത്തുകയാണ്. ഫലസ്തീനിന്റെ പ്രദേശത്തുള്ള പരിസര പ്രദേശത്തുള്ള മരുഭൂമിയിൽ അവരങ്ങനെ ജീവിക്കുമ്പോ കയ്യിൽ കരുതിയ വെള്ളം മുഴുവൻ ജലാശയങ്ങൾ വറ്റിവരളുകയാണ്. അവരത് മൂസാ നബിയോട് വന്നിട്ട് പറയുന്നു. മൂസാ നബിയുടെ മറുപടി എന്താണ്? എന്റെ കയ്യിൽ വടിയുണ്ട്, ആ വടി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാമെന്ന് മൂസാ നബി പറഞ്ഞോ? ഇല്ല. മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചോനെ പരിഹാരം എന്താണ്? റബ്ബേ പരിഹാരം എന്താണ്? അള്ളാഹു പറയുകയാണ്, അങ്ങയുടെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് ആ പാറക്ക് മുകളിലേക്ക് അടിക്കുക, അത് വെള്ളം ചുരത്തി തരുന്നതാണ്. അങ്ങനെ ആ പാറക്കെട്ടതാ 12 അരുവികൾ അങ്ങനെ ഒഴുക്കി കൊടുക്കുകയാണ്. ഈ മുഅ്ജിസത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്ജിസത്തുകൾ ഒരിക്കലും പ്രവാചകന്മാരുടെ ഇഷ്ടാനുസരണം പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. തീർന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, നമ്മുടെ കരളിന്റെ കഷ്ണമായ, നാം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട്, സൂറത്ത് ഇസ്രായിലാണ്, പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് മക്കാ മുശ്രിക്കുകൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? മുഹമ്മദേ, ചുടിയുടെ കൊണ്ട് ഇവിടെ ഒരു തോട്ടമുണ്ടാക്കി കാണിച്ചു തന്നാൽ നീ പ്രവാചകനാണെന്ന് നമ്മൾ വിശ്വസിക്കാം.
ഞൊടിയുടെ കൊണ്ട് ആകാശത്ത് നിന്ന് കിതാബുകൾ ഇറക്കി തന്നാൽ നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. വാനലോകത്തിന്റെ കഷണങ്ങൾ, ആകാശത്തിന്റെ പീസുകൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. വാനലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കി തന്നാൽ നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഇതൊക്കെ പറഞ്ഞപ്പോ പ്രവാചകൻ ചെയ്തത് എന്താണ്? ഞൊടിയുടെ കൊണ്ട് അവിടെയുള്ള പൂന്തോട്ടം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തോ, ഞൊടിയുടെ കൊണ്ട് അരുവികൾ ഒഴുക്കി കാണിച്ചു കൊടുത്തോ, മലക്കുകളെ ആകാശത്ത് നിന്ന് ഇറക്കി കാണിച്ചു കൊടുത്തോ. എന്താണ് പ്രവാചകൻ ചെയ്തത്? അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു മറുപടി എന്താണെന്നറിയുമോ? ഇന്നമാ, നിശ്ചയം ഒരു കാര്യം ഞാനിതാ പറയുന്നു. ഇന്നമാ, നിശ്ചയം ഞാനൊരു കാര്യം പറയുന്നു. അനബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലൊരു മനുഷ്യനാണ്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്താണ്. മുജാഹിദ് പറയുന്നതല്ല, മുജാഹിദുകളുടെ വർത്തമാനമല്ല. വീട്ടിൽ തഫ്സീർ ഉണ്ടെങ്കിൽ, തർജമ ഉണ്ടെങ്കിൽ എടുത്തു നോക്കാം. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്ഭുതങ്ങൾ കാണിക്കാൻ പറഞ്ഞവരോട്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യനാണ്. ഞാൻ തിന്നുന്ന മനുഷ്യനാണ്, കുടിക്കുന്ന മനുഷ്യനാണ്, ഉറങ്ങുന്ന മനുഷ്യനാണ്, കണ്ണ് നിറയുന്ന മനുഷ്യനാണ്, സന്തോഷമുണ്ടാകുന്ന മനുഷ്യനാണ്, ദുഃഖമുണ്ടാകുന്ന മനുഷ്യനാണ്. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ മുഴുവനും പ്രിയപ്പെട്ടവരെ, അവരുടെ ഇഷ്ടാനുസരണം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഇനി കറാമത്തിന്റെ വിഷയത്തിലോ? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ബഹുമതിയാണ്, ആദരവാണ്. അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നവർ തിരിച്ചറിയുക പോലുമില്ല. വലിയ കറാമത്തുള്ള മനുഷ്യനാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ ഒന്നാണ്, ഉമർ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പിശാച് നിൽക്കില്ല. ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഉമറിന്റെ സാന്നിധ്യത്തിൽ പിശാചിന്റെ അസാന്നിധ്യം ഉണ്ടാവും, പിശാച് ഓടിപ്പോയി കളയും. ഇത് ഉമറിന്റെ ഒരു കറാമത്താണ്. പക്ഷേ അത് ഉമർ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? എപ്പോഴാണ് ഉമറിന് അത് മനസ്സിലാവുന്നത്? അള്ളാഹുവിന്റെ റസൂൽ വഹി മുഖേന പറഞ്ഞു കൊടുത്തപ്പോ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കറാമത്ത്. രണ്ട് സ്വഹാബികൾ അതാ നടന്നു പോകുകയാണ്. ഇരുട്ടത്താണ് നടക്കുന്നത്, കയ്യിൽ വെളിച്ചൊന്നുമില്ല. പെട്ടെന്ന് അജ്ഞാതമായൊരു പ്രകാശം അത് അവരുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ആ പ്രകാശം അവരെ അങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു. അവരെവിടേക്കൊക്കെ നടക്കുന്നു അവിടെയൊക്കെ ആ പ്രകാശവും അവരുടെ കൂടെ അങ്ങനെ പോകുകയാണ്. അങ്ങനെ രണ്ട് വഴിയിലേക്ക് തിരിയുന്നൊരവസ്ഥ വന്നപ്പോ ആ പ്രകാശം രണ്ടായി മുറിഞ്ഞുകൊണ്ട്, ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, ഇലക്ട്രിക് ബൾബുകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, ചൂട്ടുമാത്രം പ്രകാശത്തിനായി ഉപയോഗിച്ചൊരു കാലഘട്ടത്തിൽ അജ്ഞാതമായ പ്രകാശം ഈ സുഹാബികളെ അങ്ങനെ കൊണ്ടുപോകുകയാണ്. എന്നിട്ട് അവര് രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞപ്പോ ആ പ്രകാശം രണ്ടായി പകുതിയായി. ഒരു പകുതി ഒരു സ്വഹാബിയുടെ കൂടെയും മറുപകുതി മറ്റേ സ്വഹാബിയുടെ കൂടെയും പോകുകയാണ്. ഈ സംഭവം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് കറാമത്താണ്, അള്ളാഹു നൽകുന്ന ബഹുമതിയാണ്, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പടച്ചറപ്പ് നൽകുന്നതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കറാമത്ത്. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചാൽ അത് സംഭവിച്ചുവെന്ന് അറിയാൻ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സാധ്യമല്ല. അതുണ്ടെങ്കിൽ അതുണ്ടെന്നറിയാൻ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സാധ്യമല്ല. ആരെങ്കിലും പോയി പറയുമ്പോ ആവശ്യാനുസരണം പ്രകടിപ്പിക്കുന്ന കറാമത്ത് പരിശുദ്ധ ഖുർആനിൽ കാണില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ കാണുകയില്ല, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അത് കാണുകയില്ല. ശരിക്കും മനസ്സിലാക്കണം, അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, അത് പ്രവാചകന് പരിചയമില്ലാത്തതാണ്, അത് സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്. ഔലിയാക്കളുടെ ശ്രേണിയിൽ ഏറ്റവും മുകളിൽ വരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തലമുറയിൽ ജീവിച്ച സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയപ്പെടുന്ന കറാമത്തുകളുടെ അവസ്ഥ എന്താണ്? സന്താനമില്ലാതെ വലിയന്റെ അടുത്ത് പോയി പരാതി പറയുന്നു. ഞൊടിയിടയിൽ ഇൻസ്റ്റന്റായി സന്താനത്തെ കൊടുക്കുകയാണ്. എല്ലായിടത്തും ഇൻസ്റ്റന്റ് സൊല്യൂഷനാണ്, പെട്ടെന്ന് പരിഹാരം കൊടുക്കുകയാണ്. ഇന്ന് പറയപ്പെടുന്ന കറാമത്തതാണ്. ആൺകുട്ടിയെ കൊണ്ടുപോയി ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റുന്ന കഥ, പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്ന കഥ. ഫ്ലൈറ്റിൽ അകപ്പെട്ടാൽ, വിമാനം അപകടത്തിൽപ്പെടുമ്പോ, അല്ലെങ്കിൽ ടർബുലൻസ് കൊണ്ട് ലാൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ വലിയനെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ വന്നിട്ട് ആ കാലാവസ്ഥ പ്രശ്നം മുഴുവനും പരിഹരിച്ചുകൊണ്ട് വിമാനത്തെ റൺവേയിലേക്ക് ഇറക്കുന്ന കഥകളാണ് ഇന്നത്തെ കറാമത്ത് കഥകൾ. കപ്പൽ കുടുങ്ങിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ, കപ്പലിന്റെ എഞ്ചിൻ തകരാറായി കഴിഞ്ഞാൽ, ആ നടുക്കടലിൽ വെച്ച് അള്ളാനെ വിളിക്കേണ്ടതിന് പകരം വലിയനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വലിയ വന്നിട്ട് എഞ്ചിൻ നന്നാക്കി കൊടുക്കുന്ന കഥയാണ് ഇന്ന് പറയുന്ന കറാമത്ത്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിനെ തന്നെയാണ് സത്യം. ഇത്തരത്തിലുള്ള കറാമത്ത് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന മനുഷ്യരുടെ നാവുകളിലൂടെയല്ലാതെ, ഈ പറയുന്ന മനുഷ്യരിലൂടെ എഴുതപ്പെടുന്ന പാളക്കിതാബുകളിലല്ലാതെ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ കാണാൻ സാധ്യമല്ല. ഒരാൾ വന്നിട്ട് വല്ല ആവശ്യവും പറയുമ്പോ അവന്റെ ആവശ്യത്തിനനുസരിച്ച് കറാമത്ത് എടുത്ത് ഉപയോഗിക്കുന്ന, കറാമത്ത് റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ഒരു സമ്പ്രദായം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നില്ലെന്ന് നാം മനസ്സിലാക്കുക. ഇസ്ലാമിൽ കറാമത്ത് എന്താണ്, ഔലിയാക്കൾ എന്താണെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോ. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 62, 63 വചനങ്ങളിൽ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ള വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിൽ അവരുടെ പറയുന്ന അവരുടെ ഗുണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് ഔലിയാക്കളിൽ നിന്ന് പറയപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഈ ഗുണങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. എന്താണ് പറയുന്നത് ഔലിയാക്കളെ കുറിച്ച്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലെത്തിയവർ, ഔലിയാക്കളായ ആളുകൾ, അവരുടെ പ്രത്യേകത എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതില്ല. അവരുടെ പ്രത്യേകത എന്താണ്? ഇനിയാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അല്ലദീന, എങ്ങനെയുള്ളവരാണ് അവർ? ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, അവർ തഖ്വയുള്ളവരാണ്. 2 ക്വാളിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഒന്ന്, അവർ ഈമാനുള്ളവരാണ്, 2 അവർ തഖ്വയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തവരാണ്. ഈമാനിന്റെ പ്രകാശം കൊണ്ട് ഹൃദയം പ്രകാശപൂരിതമാകുന്നവരാണ്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തവരാണ്. തഖ്വയുടെ വിഷയത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ വിഷയം നമുക്കൊന്ന് എടുക്കാം. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 2-ാം അധ്യായത്തിൽ അല്ലാഹു പറയുകയാണ്, ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൃത്യമായി കൊടുക്കുന്നവരാണ്. 3 ക്വാളിറ്റിയാണ് പടച്ചറബ് തഖ്വയുടെ ക്വാളിറ്റിയായി എണ്ണി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന CM മടവൂരിനെ നമ്മളൊന്ന് എടുക്കുക. എന്നിട്ട് CM മടവൂരിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ആ CM മടവൂരിനെ വാനോളം പുകഴ്ത്തി പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ തന്നെ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. എന്നിട്ട് ഈ പറയുന്ന തഖ്വയുടെ ഗുണഗണങ്ങൾ CM മടവൂരിനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒന്നാമതായി അല്ലാഹു പറയുകയാണ്, വയുഖീമൂനസ് സ്വലാഹ്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വർഷങ്ങളോളം CM മടവൂർ നമസ്കരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മധുഹ പറയുന്ന പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ജതുമിന്റെ ഹാലിലെത്തിയത് കൊണ്ടാണ്. ഔലിയാക്കളിൽ മസ്താന്മാരുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വിലായത്തിന്റെ ഉന്നതമായ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അവസാനത്തെ 2 ആഴ്ച രോഗഗ്രസ്തനായിരുന്നല്ലോ. ആ പ്രവാചകൻ പള്ളിയിലേക്ക് പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും തോളത്ത് കൈവച്ചുകൊണ്ട് തന്റെ ചുണ്ടുവിരൽ നിലത്തിൽ വലിച്ചു വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാബിലേക്ക് പോയത്. അവിടുത്തെ ചരിത്രം നമുക്കറിയാം. ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-ന് പ്രവാചകൻ മരിക്കുന്നതിന്റെ മുന്നേ തൊട്ട് തലേന്നുള്ള അതിന്റെ തൊട്ട് മുന്നേയുള്ള വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരത്തിന് സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്ത് തിരിച്ചു വന്നു. ഇശാ നമസ്കാരത്തിന് പോകാൻ വേണ്ടി എഴുന്നേറ്റുകൊണ്ട് വുളൂ ചെയ്യുകയാണ്. എന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പ്രവാചകൻ അതാ ബോധരഹിതനായി വീഴുകയാണ്, അസുഖം മൂർച്ഛിച്ചിട്ട്. ബോധം വന്നപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, ആയിഷ ജനങ്ങൾ ഇശാ നമസ്കരിച്ചോ? ഇല്ല റസൂലേ, അവരങ്ങയെയും കാത്തു നിൽക്കുകയാണ്.
വീണ്ടും വുളൂ ചെയ്യുന്നു, വീണ്ടും ബോധം കെടുന്നു, വീണ്ടും വുളൂ ചെയ്യുന്നു, വീണ്ടും ബോധം കെടുന്നു. ആവർത്തിച്ച് ബോധം കെട്ട് അവസാനം നടക്കാൻ പോലും ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുറൂ അബൂബക്കർ ബിസ്സലാ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത സന്ദർഭം, തല വെട്ടിപ്പൊളിക്കുന്ന വേദന കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഞെരിപിരി കൊള്ളുന്ന സന്ദർഭം, നാട്ടിലുള്ള വ്യത്യസ്തങ്ങളായ കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വേദനയ്ക്ക് ശമനം വരുന്നതിന് വേണ്ടി മുഖത്തേക്ക് ആവർത്തിച്ച് തടവിക്കൊണ്ടിരുന്ന സന്ദർഭം. ആയിഷ, ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അവസാനത്തെ ദിനങ്ങൾ. ഈ ദിനങ്ങളിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ആ പ്രവാചകന്റെ മുകളിലാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ CM മടവൂര്? ആ പ്രവാചകന്റെ മുകളിലാണോ ഈ പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന വലിയുകൾ? അവര് നിസ്കരിച്ചിട്ടില്ല എന്ന് അവര് തന്നെ വർഷങ്ങളോളം നിസ്കരിക്കാതിരുന്നിട്ടുണ്ടെന്ന് അവര് തന്നെ പറയുന്ന പുസ്തകങ്ങളിൽ പറയുകയാണ്. ഇത് വലിയാണോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ വലിയന്റെ ക്വാളിറ്റിയാണോ? ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്. CM മടവൂരിന് കൃത്യമായി നിസ്കരിച്ച ഒരു കാലമുണ്ടായിരുന്നു, കൃത്യമായി നോമ്പെടുത്തൊരു കാലമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഈ നോമ്പെടുക്കൽ നിസ്കാരമൊക്കെ ഒഴിവാക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ പെങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിനക്ക് നിന്റെ ഭാര്യ ഒന്ന് നോക്കിക്കൂടെ, നിന്റെ ഭാര്യയുടെ കടമ നിനക്കൊന്ന് നിർവഹിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ദേഷ്യം പിടിച്ചിട്ട് ഭാര്യയെ മുടി ചൊല്ലുകയാണ്, ത്വലാഖ് ചൊല്ലുകയാണ്. ഏത് ഷർത്ത് അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ? ശറഇന്റെ ഏത് മേഖലയിലാണ് ഇത് സ്വഹീഹാവുക, അത് ശരിയാവുക? എന്നിട്ടതാ പോവുകയാണ്, പള്ളിയിലേക്ക് കയറിയിട്ട് അങ്ങനെ പള്ളിയിൽ അങ്ങനെ കുറെ കാലം ഇരിക്കുകയാണ്. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ആകെ മനോവിഭ്രാന്തിയാണ്, നിസ്കരിക്കുന്നില്ല, റമദാൻ മാസം നോമ്പെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുത്തവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുക പോലും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം തഖ്വയില്ല എന്നല്ല, അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ നോമ്പെടുത്തവരെ ആ നോമ്പ് മുറിപ്പിച്ച ചരിത്രമാണ് CM മടവൂരിൻ്റെതായി പറയപ്പെടുന്നത്. മാത്രമല്ല, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോ ആ കാഷ്യർ പൈസ ചോദിച്ചപ്പോ, പണം ചോദിച്ചപ്പോ അത് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. ആ പണം കൊടുക്കില്ല എന്ന് പറയുകയാണ്. ഹക്കും ബാത്തിലും നോക്കാത്ത വലിയുകളോ, ഹറാമും ഹലാലും നോക്കാത്ത വലിയുകളോ? ഇത് CM മടവൂരിന്റെ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിൽ ഒരു ഓച്ചിറ ഉപ്പാപ്പയുണ്ട്. ആ ഉപ്പാപ്പയുടെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ അറിയണം. കുളിക്കാത്ത, നനക്കാത്ത, മുടി വെട്ടാത്ത, നഖം വെട്ടാത്ത, അടുത്തൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ദുർഗന്ധം കൊണ്ട് നാസാരന്ധ്രം മത്ത് പിടിച്ചു പോകുന്ന തരത്തിൽ ജീവിതം നയിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ ആ മനുഷ്യനെയും അതാ വലിയായി അവരോധിക്കുകയാണ്. ആ മനുഷ്യന്റെ ഖബറിങ്കലേക്കും ആള് പോയിട്ട് സങ്കടം പറയുകയാണ്, ദുഃഖങ്ങൾ പറയുകയാണ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ ഒരു ജാറമുണ്ട്. ആ ജാറത്തിൽ കിടക്കുന്ന മഹദി കിണറ്റിൽ തുള്ളി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ കറാമത്ത് അതാണ്. കിണറ്റിൽ തുള്ളി ആത്മഹത്യ ചെയ്തു എന്നതാണ് കറാമത്ത്. കേരളക്കരയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ മുഴുവൻ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ജില്ലകളിലെ ഓരോ ജാറത്തിന്റെയും ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ കണിക പോലും കാണാൻ കഴിയില്ല സഹോദരങ്ങളെ. അവരൊന്നും പലപ്പോഴും അള്ളാഹുവിന്റെ വലിയകൾ പോയിട്ട് അള്ളാഹുവിനെ ത്വാഅത്തില്ലാത്ത, പടച്ചറബിനെ അനുസരിക്കാത്ത ജീവിതം തോന്നിയതുപോലെ മുന്നോട്ട് നയിച്ച, അതോടൊപ്പം മനോവിഭ്രാന്തി വന്ന പലരെയുമാണ് ഇന്ന് ഈ വലിയുകളായി വലിയത്തുകളായി അവരോധിച്ചിട്ടുള്ളത് എന്ന പച്ചയായ സത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് പലപ്പോഴും മുജാഹിദുകളെ കുറിച്ച് പറയാറുണ്ട്, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇകഴ്ത്തുന്നവരാണ്, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തെറി പറയുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കുളിക്കാത്തവരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് മുജാഹിദുകളാണോ? കുളിക്കാത്ത മനുഷ്യരെ വലിയുകളായി പരിഗണിക്കുന്നവർ മുജാഹിദുകളാണോ? നഖം മുറിക്കാത്തവരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് മുജാഹിദുകളാണോ? മുടി മുറിക്കാത്തവരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുന്നത് മുജാഹിദുകളാണോ? അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാരാണ്? ഈ പറയുന്ന മനോവിഭ്രാന്തി ബാധിച്ച ആളുകൾ, ഭ്രാന്ത് ബാധിച്ച ആളുകൾ, കുളിക്കാത്ത, നനക്കാത്ത, മുടി മുറിക്കാത്ത മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിന്റെ വലിയകളാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വിലായത്ത് എന്ന് പറയുന്ന ആ മഹനീയമായ സംഗതി ഉണ്ടല്ലോ, ആ മഹനീയമായ സംഗതിയെ ഇകഴ്ത്തുന്നതാരാണ്? ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പടച്ച റബ്ബാണെന്ന് പറയുന്നവരാരാണ്? ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നവരാരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ,
പ്രിയപ്പെട്ടവരെ, ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ ദഅവത്ത് തുടങ്ങിയിട്ട്, ഈ കേരളക്കരയിൽ പ്രബോധനം തുടങ്ങിയ 1-ാം തീയതി തൊട്ട് പറയുന്നുണ്ട്, ഇസ്തിഗാസ മാത്രമല്ല കേട്ടോ വിഷയം, യാ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നത് മാത്രമല്ല വിഷയം, യാ മമ്പറത്ത് തങ്ങളെ എന്ന് വിളിക്കുന്നത് മാത്രമല്ല വിഷയം. ആ വിളി കൊണ്ട് ഒതുങ്ങില്ല, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകുമേ, അതിന്റെ അപ്പുറത്തേക്ക് അത് സഞ്ചരിക്കുമോ എന്ന് 10 പതിറ്റാണ്ടായി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ട്. 2025-ലെത്തുമ്പോ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയകളിലും മറ്റുമെല്ലാം ജനങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്, മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിക്കുമ്പോ നീ ധൈര്യസമേതം പറഞ്ഞോ മടവൂരാണ് പടച്ചോനെ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഉസ്താഖന്മാരെയും അവരുടെ അനുയായികളെയും പ്രിയപ്പെട്ടവരെ കേരളക്കര ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘദൃഷ്ടികളായ ആ മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പച്ചയായി നമ്മുടെ നാട്ടിൽ ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. എന്താണ് ആ വചനം എന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. ജൂതന്മാരെ വിളിച്ചിട്ടല്ല അല്ലാഹ് പറഞ്ഞത്, നസാറാക്കളെ വിളിച്ചിട്ടല്ല അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടല്ല അല്ലാഹ് പറഞ്ഞത്. മുഅ്മിനീങ്ങളോടായി പ്രത്യേകം പറയാനുള്ള വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഞാനിതാ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു പറയാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും, ശരിക്ക് കേൾക്കണേ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരു വലിയ വിഭാഗം ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വട്ടം പരിശുദ്ധമായ ഹറമിൽ ഉംറയ്ക്ക് വേണ്ടി പോയപ്പോ അവിടുന്നുണ്ടായ തീവ്രമായ പല അനുഭവങ്ങളുമുണ്ട്. ഞങ്ങൾ കിടന്നിരുന്ന അതേ ഹോട്ടലിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പും കൂടി വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആള് സ്ത്രീകളെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വിടാതെ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വിടാതെ, എന്നാൽ പാതിരാ നേരത്ത് സൗർഗുഹ കയറി ഇറങ്ങാൻ അവരെ കൊണ്ടുപോകുകയാണ്. 1,00,000-ലധികം പ്രതിഫലമുണ്ട് എന്ന്, 1,00,000-ൽ പരം പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ മസ്ജിദുൽ ഹറാമിലേക്ക് ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ കൂട്ടമായി ഒഴുകുമ്പോ സുന്ദരമായ ബാങ്കൊലി കേൾക്കുന്ന സമയം കേരളത്തിലെ സ്ത്രീകളതായി ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരികയാണ്. അള്ളാഹുവിനെ നിസ്കരിക്കുന്നതിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയാണ്. പടച്ചറബിന്റെ പള്ളി അവർക്ക് നിഷേധിക്കുകയാണ്. അതേ സമയം പാതിരാ നേരത്ത് 11 മണിക്കും 12 മണിക്കും ഉറൂസിന്റെ ചന്തയിൽ ആണും പെണ്ണും ഒരുമിച്ചായാലും ഒരു പ്രശ്നമില്ല. എന്നാൽ പടച്ചറബിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയാൽ അത് ഫിത്നയാണ്. വഹാബി പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് വ്യഭിചരിക്കാനാണെന്ന് പച്ചക്ക് കേരളക്കരയിൽ വിളിച്ചു പറഞ്ഞവർ ഉറൂസിന്റെ ചന്തയിലേക്ക് ഒഴുകുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്കെതിരെ എവിടെയാണ് സംസാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ മക്ബറകളിലും ജാറങ്ങളിലും ഒരു വ്യത്യാസവും ഇല്ലാതെ ഭീമാ പള്ളിയിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. കാസർഗോഡുള്ള മാലിക് ദീനാറിൻ്റെതെന്ന് പറയപ്പെടുന്ന ജാറത്തിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അവരതാ നിരന്തങ്ങനെ കിടക്കുകയാണ്. പല കുടുംബങ്ങൾ ഒരുമിച്ചങ്ങനെ കിടക്കുകയാണ്. അവിടെയൊന്നും ഫിത്നയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് സ്ത്രീകൾ പോകുമ്പോ അത് ഫിത്നയാണ്, അത് ഫസാദാണെന്ന് പറഞ്ഞ് ഈ ഹറമിൽ പോലും സ്ത്രീകളെ നിസ്കരിക്കുന്നതിൽ നിന്ന് തടയുകയും എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ജബറുൽ നൂറിലേക്കും ജബറുൽ തൗറിലേക്കും അവരെ കൊണ്ടുപോകുകയും ചെയ്യുകയാണ്. 200 റിയാലോ 300 റിയാലോ കൊടുത്താൽ പോകാൻ പറ്റുന്ന ബസ്സുകൾ, ആ ബസ്സുകളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് 50 റിയാലും 100 റിയാലും വാങ്ങിച്ച് വലിയ പണം പിടിക്കൊണ്ട് അവരത് അവിടെ കൊണ്ടുപോകുകയാണ്. എന്നിട്ട് ആ സൗർ ഗുഹയിൽ കയറ്റിക്കൊണ്ട്, ജബലുന്നൂറിൽ കയറ്റിക്കൊണ്ട് എന്തോ പ്രതിഫലമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവം സ്ത്രീകൾ 50ഉം 60ഉം വയസ്സുള്ള മുട്ടുവേദനയുള്ള കാലിന് വയ്യാത്ത കയ്യിന് വയ്യാത്ത ഈ ഉമ്മമാരൊക്കെ വലിഞ്ഞു കയറുകയാണ്. എന്ത് പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്? 1,00,000-ലധികം പ്രതിഫലം കിട്ടുന്ന ജമാഅത്ത് ഒഴിവാക്കിയിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടുന്ന് ചൂഷണം ചെയ്യുകയാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്ത പൈസക്ക് പുറമെ വീണ്ടും അതാ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന്
കൈമടക്ക് കൊടുക്കുകയാണ്. അല്ല പറഞ്ഞത് എത്ര സത്യമാണ്, അല്ല പറഞ്ഞത് എത്ര സത്യമാണ്. ഒരു മരിച്ച വീട്ടിൽ യാസീൻ ഓതി കഴിഞ്ഞാൽ അതിനും സാധാരണക്കാരൻ പൈസ കൊടുക്കണം. ഒരു മയ്യത്തിനെ കബറടക്കി കഴിഞ്ഞാൽ തൽഖീൻ ഓതുന്നതിന് ഒരു സാധാരണക്കാരൻ പൈസ കൊടുക്കണം. ഗൾഫിലേക്ക് പോകുമ്പോ, ഗൾഫിൽ നിന്ന് വരുമ്പോ ദുആ ചെയ്തതിന് ഒരു സാധാരണക്കാരൻ കൈമടക്ക് കൊടുക്കണം. മൗലൂദ് കഴിച്ചാൽ കൈമടക്ക് കൊടുക്കണം. റാത്തീബ് കഴിച്ചാൽ കൈമടക്ക് കൊടുക്കണം. പണമില്ലാത്ത എന്താണുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് പടച്ചറബ് വളരെ കൃത്യമായി പറഞ്ഞത്, ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് അവരതാ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടഞ്ഞു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ CM മടവൂരിനെ കുറിച്ചുള്ള കള്ളക്കഥകൾ യാദൃച്ഛികമായി പറയപ്പെടുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് യാദൃച്ഛികമല്ല, അത് യാദൃച്ഛികമായി പറയപ്പെടുന്നതല്ല. മറിച്ച് കപ്പലിൽ കയറി കുടുങ്ങിയാൽ രക്ഷപ്പെടുത്തുന്ന CM മടവൂരിനെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഫ്ലൈറ്റ് അപകടത്തിൽ രക്ഷപ്പെടുന്ന CM മടവൂർ രക്ഷപ്പെടുത്തുന്ന CM മടവൂരിനെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിദേശത്ത് ജയിലിന്റെ ഉള്ളിൽ കുടുങ്ങുമ്പോ അവിടെയും വന്ന് രക്ഷിക്കുന്ന CM മടവൂരിനെ പരിചയപ്പെടുത്തുന്നത് എന്തിനാണ്? ഏത് ജീവിത സാഹചര്യങ്ങളിലും രക്ഷയായി വരുന്ന CM മടവൂരിനെ പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയുമോ? ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് തിരിയരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ്. ഏത് പ്രതിസന്ധി നിനക്ക് വരട്ടെ, നീ CM മടവൂരിനെ വിളിച്ചോ, അള്ളാഹിനെ വിളിക്കേണ്ടതില്ല, പടച്ചറബിനെ വിളിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഇവർ സദാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അള്ളാഹുവിനെ വലിക്കുന്നത്? ഔലിയാക്കളിലേക്ക്, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളിലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിച്ചുവിടുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കിക്കോ. പടച്ചറബുമായി നേരിട്ട് ഇടപഴകുമ്പോ ചൂഷണത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിമയും ഉടമയും നേരിട്ടാവുമ്പോ, ഒരു മുസ്ലിമിന് വേദനയുണ്ടാകുമ്പോ ജാറത്തിൽ പോയി 1000 രൂപ കൊടുക്കേണ്ടതില്ല എന്ന് അവൻ മനസ്സിലാക്കുമ്പോ അവൻ പാവപ്പെട്ടവരുടെ സഹായത്തിന് വേണ്ടി ആ പണം ഉപയോഗിക്കുകയും എന്നിട്ട് വീടിന്റെ കച്ചളങ്ങളിൽ, മുറിയുടെ ഉള്ളിൽ നിസ്കാരപ്പായ വിരിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച് പടച്ചറബ്ബേ എന്റെ ഹൃദയം പൊട്ടുന്നല്ല എന്ന് കരഞ്ഞു പറയുകയും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് ആ ഒരു ആദർശം മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചൂഷണത്തിന് ഉപാധിയില്ല, ചൂഷണം നടക്കുകയില്ല. ഓരോ രംഗങ്ങളും നിങ്ങളത് പരിശോധിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഖബറടക്കി കഴിഞ്ഞാൽ ചൂഷണം നടക്കണമെങ്കിൽ ഇവിടെ ബിദ്അത്ത് ഉണ്ടാവണം, ഇവിടെ ശിർക്ക് ഉണ്ടാവണം, അനാചാരം ഉണ്ടാവണം. ഖബറടക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? ആ ഖബറിന്റെ മൂടുകല്ല് വെച്ച് മണ്ണ് മൂടിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചോദ്യോത്തര വേളയിൽ ഇസ്ബാത്ത് കിട്ടുന്നതിന് വേണ്ടി, ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ ഒരു ചെലവുമില്ല, ഇത് ചെയ്യാൻ പണച്ചെലവില്ല. എന്നാൽ തൽഖീൻ ഓതാൻ ചിലവുണ്ട്. സദാചാരത്തിന് ചിലവില്ല, അനാചാരത്തിന് ചിലവുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ മൗനമാണ് ഉണ്ടാകേണ്ടത്, അവിടെ സംസാരമല്ല. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചതാണ് മൗനമാണ് ഉണ്ടാകേണ്ടത്. മൗനത്തിന് ചിലവില്ല, സദാചാരത്തിന് ചിലവില്ല. എന്നാൽ അവിടെ വന്നിട്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ വെച്ച് യാസീൻ ഓതാൻ എന്ത് തെളിവാണുള്ളത് പ്രിയപ്പെട്ടവരെ? ആ യാസീനിൽ തന്നെ പറഞ്ഞതെന്താണ്? ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ആരാണോ ജീവിച്ചിരിക്കുന്നത് ആ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം, ഈ ആയത്ത്, ഈ സൂറത്ത്, ഈ യാസീൻ. പ്രിയപ്പെട്ടവരെ, മരിച്ചവരുടെ മുന്നിൽ വന്ന് ഓതുന്നത് അനാചാരമാണ്, അതിന് ചെലവുണ്ട്. എന്നാൽ അവിടെ മൗനം പാലിക്കുന്നതിന് ചെലവില്ല. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാതെ അവന്റെ അടിമകളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല, അവന്റെ അടിമകളെ പറ്റിക്കാൻ കഴിയില്ല. ചൂഷണമുക്തമായ ഒരു ആദർശത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖബറിലേക്ക് ഒരു നേതാവും വരില്ല, ഒരു മജ്ലിസുൻ നൂറിന്റെ പണ്ഡിതനും നമ്മുടെ ഖബറിലേക്ക് വരില്ല, ഒരു ഉസ്താദും നമ്മുടെ ഖബറിലേക്ക് വരില്ല. നമ്മുടെ ഖബറിൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് ഉണ്ടാവുക.
ഏത് ഉസ്താദ് പറഞ്ഞാലും മജ്ലിസുൻ നൂറിനെയൊക്കെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന, അന്ധമായി തഖ്ലീദ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അതാരാണെന്നറിയുമോ? നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരെയും അന്ധമായി തഖ്ലീദ് ചെയ്തുകൂടാ, അന്ധമായി അനുകരിച്ചുകൂടാ. മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന പരിപാടികളിലൂടെ, ഇത്തരം പരിപാടികളിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളിലോ പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലോ 1000 കൊല്ലം പരതിയാലും 1000 കൊല്ലം പരിശോധിച്ചാലും കിട്ടാത്ത തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദിക്റുകളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം അന്ധമായി ആ നേതാക്കന്മാരെ അനുകൂലിക്കുന്നവർ, അന്ധമായി നേതാക്കളെ അനുകരിക്കുന്നവർ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു പറയുന്നുണ്ട്, വമിനൻ നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ. ജനങ്ങളിൽ ചിലരുണ്ട്, മനുഷ്യരിൽ ചിലരുണ്ട്, അവരത് അല്ലാഹുവിന് പുറമെ അന്താദകളെ സ്വീകരിക്കുകയാണ്, പകരക്കാരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതുപോലെ ഈ പകരക്കാരെ ഇഷ്ടപ്പെടുകയാണ്. വളരെ കൃത്യമാണ് ഖുർആനിന്റെ വാക്കുകൾ. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മൊയ്‌ദി ശൈഖിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. എന്താണ്? വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. ഈ ലോകത്ത് എവിടെ വെച്ച് വിളിച്ചാലും, എന്തിനു വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, ആര് വിളിച്ചാലും അവന്റെ വായ മൂടുന്നതിന്റെ മുന്നേ ഉത്തരം നൽകുന്നവനാണ് ഞാനെന്ന് മൊയ്‌ദി ശൈഖ് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളം പറയുകയാണ്. ഇതാരെ കുറിച്ച് പറയേണ്ടതാണ്? അല്ലാഹുവിനെ കുറിച്ച് പറയേണ്ടതാണ്. പക്ഷേ ആരെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ എപ്രകാരം സ്നേഹിക്കണമോ അപ്രകാരമതാ അവരവരുടെ നിദ്ദുകളെ, പകരക്കാരെ സ്നേഹിക്കുകയാണ്. പടച്ചറബ് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അമ്മയുജീബുൽ മുത്തറ ഇദാ ദആ ഫയക്ഷിഫുസ്സൂ വയജഅലു ലക്കും ഖുലഫാൽ അർദ് അഇലാഹും മഅല്ലാഹ്. നിങ്ങൾക്ക് വേദന വരുമ്പോ, നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോ, ഉത്തരം കിട്ടാത്ത പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ, അമ്മയുജീബ്, അമ്മയുജീബ്, ആ തേട്ടങ്ങൾക്ക് മറുപടി നൽകുന്നവൻ ആരാണ്? ആ ദുആകൾക്ക് മറുപടി നൽകുന്നവൻ ആരാണ്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമിന്റെ മനസ്സിൽ വരുന്ന മറുപടി എന്താണെന്നറിയുമോ? റബ്ബേ, നീയല്ലാതെ മറ്റാരുമില്ല. പടച്ചറബേ, നീയല്ലാതെ മറ്റാരുമില്ല. മരുഭൂമിയിൽ കുടുങ്ങിയാൽ, കൊടുങ്കാറ്റിൽ കുടുങ്ങിയാൽ, ഘോരവനത്തിൽ കുടുങ്ങിയാൽ, ആർത്തലക്കുന്ന ചെങ്കടലിന്റെ ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾക്ക് നടുവിൽ കുടുങ്ങിയാൽ, ആകാശത്ത് വിമാനത്തിൽ കുടുങ്ങിയാൽ, അവിടെയെല്ലാം രക്ഷ നീ മാത്രമാണ്, ആശ്രയം നീ മാത്രമാണ്, അവലംബം നീ മാത്രമാണ്. എത്ര കൃത്യമായ ആദർശമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നേരെ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങളൊന്ന് നോക്ക്. ഫ്ലൈറ്റിൽ കുടുങ്ങിയാൽ CM മടവൂര്, കപ്പലിൽ കുടുങ്ങിയാൽ CM മടവൂര്, രോഗം വന്നാൽ CM മടവൂര്, കടം കൊണ്ട് ബുദ്ധിമുട്ടിയാൽ CM മടവൂര്, മക്കളില്ലെങ്കിൽ CM മടവൂര്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹനെ പറയേണ്ടിടത്തെല്ലാം അവർ അല്ലാഹുവിന്റെ പകരക്കാരെ പറയും. അല്ലാഹനെ നിർത്തേണ്ടിടത്തെല്ലാം അവർ അല്ലാഹുവിന്റെ പകരക്കാരെ നിർത്തും. എന്നാൽ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളാകട്ടെ അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ്, അല്ലാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ്. എന്നിട്ട് ആ ആയത്തിന്റെ തുടർച്ചയിൽ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ഔലിയാക്കൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ സാദാത്തുകളുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന വലിയ നേതാക്കന്മാരുണ്ടല്ലോ, സ്വർഗത്തിന്റെ നടുക്കണ്ടത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചവരുണ്ടല്ലോ, അവരും നിങ്ങളും നാളെ മഹ്ശറയിൽ വെച്ച് പരസ്പരം ഒരു സംവാദം നടക്കാൻ പോകുന്നുണ്ട്, ഒരു സംഭാഷണം നടക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ഇത്തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഖുർആനിന്റെ ആയത്താണ്, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. പിൻപറ്റപ്പെട്ടവർ, അതായത് വലിയ നേതാക്കന്മാർ,
ആളുകൾ അവർ വരുമ്പോ തന്നെ ചെരുപ്പൂരാൻ മത്സരിക്കുകയാണ്, കൈപിടിച്ചു മുത്താൻ മത്സരിക്കുകയാണ്, ആനയിച്ചു കൊണ്ടുപോകുകയാണ്. അനുയായികൾ ജീവൻ നൽകാൻ പോലും തയ്യാറാണ്, സമ്പത്ത് നൽകാൻ തയ്യാറാണ്, എന്തും നൽകാൻ തയ്യാറാണ്. ആ മനുഷ്യരും ആ നേതാക്കന്മാരും അനുയായികളും മഹ്ശറയിൽ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഹശ്റിന്റെ മൈതാനിയിൽ അവരുടെ ആദർശം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അവർ ഈ പറയുന്ന നേതാക്കന്മാർക്ക് തങ്ങളുടെ തെറ്റുകൾ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ആ സമയത്ത് അവരതാ നേതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങളല്ലേ ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നത്, നിങ്ങളല്ലേ ഞങ്ങളോടിത് പറഞ്ഞത്, നിങ്ങളല്ലേ ഞങ്ങൾക്കിത് ഉപദേശിച്ചതെന്ന് പറയുമ്പോ അവരുടെ പ്രതികരണം എന്താണ്? ശിക്ഷ അവരെ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ട് അവർ പറയുകയാണ്, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ? നിങ്ങളെന്താ ഖുർആൻ കണ്ടിട്ടില്ലേ? നിങ്ങളെന്താ ഹദീസ് കണ്ടിട്ടില്ലേ? നിങ്ങൾക്കത് പഠിച്ചുകൂടായിരുന്നോ? ഞങ്ങളെ ആരാണ് അന്ധമായി അനുകരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞവരതാ കൈ കഴുകുകയാണ്, അവരതാ ഉത്തരവാദിത്തം ഒഴിയുകയാണ്. എല്ലാ ബന്ധങ്ങളും മുറിയുന്നു, എല്ലാ കാരണങ്ങളും മറ്റുപോകുന്നു, യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. ഈ ദുനിയാവിൽ വെച്ച് എത്ര ഉപദേശങ്ങൾ കേട്ടിട്ടും ഈ പറയുന്ന ഖുറാഫാത്ത് ഒഴിവാക്കാത്ത, ഈ പറയുന്ന അനാചാരങ്ങൾ ഒഴിവാക്കാത്ത, എന്റെ ഉസ്താദ് നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാനും നരകത്തിൽ പോയിക്കോട്ടെ എന്ന വലിയ വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന മനുഷ്യർ യാഥാർത്ഥ്യം മഹ്ശറയിൽ വെച്ച് മനസ്സിലാക്കുകയാണ്. എന്റെ ഉസ്താദിന് എനിക്ക് വേണ്ടി ഹശ്റിന്റെ മൈതാനിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോ അനുയായികൾ പറയുകയാണ്, ലൗ അന്ന ലനാ കറ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ വെച്ച് ഈ ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ ഒഴിഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളെയും ഒഴിയുമായിരുന്നു, കൈയൊഴിയുമായിരുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ഈ ദുനിയാവിലേക്ക് ഒരു വട്ടമെങ്കിലും തിരിച്ചു വരാൻ അവസരം കിട്ടിയാൽ നിങ്ങളുടെ ചെരുപ്പെടുക്കാൻ ഞങ്ങളുണ്ടാവൂല, നിങ്ങളുടെ കൈമുത്താൻ ഞങ്ങളുണ്ടാവൂല, നിങ്ങളുടെ കാറിന്റെ ഡോറ് തുറന്നു തരാൻ ഞങ്ങളുണ്ടാകൂല, നിങ്ങളുടെ ബാഗ് പിടിക്കാൻ ഞങ്ങളുണ്ടാകില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഞങ്ങളുണ്ടാവില്ല എന്നാണ് ആ മഹ്ശറയിൽ വെച്ച് ഈ അനുയായികൾ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. തിരിച്ചുവരവില്ലല്ലോ, ഇനിയൊരു തിരിച്ചുവരവില്ലല്ലോ. അപ്രകാരമാണ് അവരുടെ കർമ്മങ്ങളെ നഷ്ടമായി കൊണ്ട് നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അല്ല കൊടുത്ത തലച്ചോറ് ഉപയോഗിക്കാതെ, അല്ല കൊടുത്ത കേൾവി ഉപയോഗിക്കാതെ, അല്ല കൊടുത്ത ഹൃദയം ഉപയോഗിക്കാതെ, വിജ്ഞാനത്തിന്റെ മഹാസാഗരം മുന്നിൽ ഉണ്ടായിട്ടും ഒന്ന് പഠിക്കാൻ തയ്യാറാകാതെ, വായിക്കാൻ തയ്യാറാകാതെ അന്ധമായി പുരോഹിതന്മാരെ അനുകൂലിച്ചവർ അവർ നരകത്തിലാണ്. ആ നരകത്തിൽ നിന്നൊരിക്കലും അവർക്ക് മോചനമില്ല. കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്നതിൽ നിന്ന് മാറി നിന്നോ, സ്വന്തമായി പഠിച്ചോ. എന്താണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നെല്ലാം വളരെ കൃത്യമായി പഠിക്കാൻ തയ്യാറാകുന്നിടത്ത് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. തൗഹീദ് ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ സമാധാനം വലിയ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നൊരു വചനമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാൻ, ഖുൽ നബിയെ പറയുക, ഖുൽ നബിയെ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ലൈയുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു വചനമാണത്.
ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാവുക, ആരെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുക. നിങ്ങൾക്കറിയുമോ, അനാവശ്യമായ മനുഷ്യന്റെ പേടിയെയാണ് ചൂഷണം ചെയ്യപ്പെടുക. വയനാട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ താമരശ്ശേരി ചുരമാകട്ടെ, കുറ്റിയാടി ചുരമാകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പാൽ ചുരമാകട്ടെ, പെരിയ ചുരമാകട്ടെ, ഏത് ചുരമാകട്ടെ, ആ ചുരവുമെല്ലാം ബന്ധപ്പെട്ടൊരു ജാറം നിങ്ങൾക്ക് കാണാം, ഒരു മക്ബറ നിങ്ങൾക്ക് കാണാം. എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഗുട്ടൻസ് എന്താണ്? എങ്ങനെയാണ് ഈ ജാറത്തിൻ്റെതായ മക്ബറ വരുന്നത്, അതിന്റെ മുകളിലും മക്ബറ വരുന്നത്? പണ്ടൊക്കെ ഈ ചുരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായ ഒരു അനുഭവമാണ്. പലപ്പോഴും വയനാട് ജില്ലയിലെ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഈ പറയുന്ന തരത്തിൽ ഗൾഫിൽ നിന്നൊക്കെ ആള് വന്നു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം വഴി അവരിങ്ങനെ കയറി വരുമ്പോ പലപ്പോഴും അവർ വീടുകളിലേക്ക് എത്താറില്ല. കയമില്ലാത്ത അറ്റമില്ലാത്ത കൊക്കയിലേക്ക് അവരെ കൊന്ന് തള്ളിയിടാറുണ്ട് പല കൊള്ളക്കാരും. എന്നിട്ട് അവരുടെ സാധന സാമഗ്രികളെല്ലാം കൊള്ളയടിക്കാറുണ്ട്. അന്ന് ഫോണില്ലല്ലോ, ഇന്റർനെറ്റ് ഇല്ല, മുക്കില് പോലീസുകാരില്ല. അതുകൊണ്ട് തന്നെ ചുരമെന്ന് പറഞ്ഞാൽ അന്ന് ഭീതിതമായ ഒരു അനുഭവമാണ്. ആ ഭീകരമായ ചുരത്തിലൂടെ കയറാൻ പോകുമ്പോ ചുരത്തിന്റെ തൊട്ട് മുന്നിൽ അതാ ഒരു ജാറം. താമരശ്ശേരി ചുരത്തിന്റെ മുന്നിൽ ഒടുങ്ങാക്കാട് മക്കാം നിങ്ങൾക്ക് കാണാം. അതുപോലെ പെരിയ ചുരത്തിലും കുറ്റ്യാടി ചുരത്തിലും എല്ലാം കാണാം. ഇത് മനുഷ്യന്റെ പേടിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. ചുരത്തിലേക്ക് പോകാൻ പോകുന്ന മനുഷ്യൻ വണ്ടി അവിടെ നിർത്തിയിട്ട്, ലോറി അവിടെ നിർത്തിയിട്ട്, കാർ അവിടെ നിർത്തിയിട്ട്, അവിടെയുള്ള ഭണ്ഡാരത്തിൽ പണമിട്ടുകൊണ്ട് അവനതാ മനസ്സിലാ വലിയനോട് പറയുകയാണ്, ഈ വലിയന്റെ കറാമത്ത് കൊണ്ട്, ഈ വലിയന്റെ ബർക്കത്ത് കൊണ്ട് തട്ടാതെ മുട്ടാതെ അപകടങ്ങളൊന്നും ഇല്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണേ എന്നവൻ മനസ്സിൽ കരുതുകയാണ്. ഈ പേടിയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പേടിയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട വചനം എന്താണ്? ലയുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാമാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് എഴുതിയതല്ലാതെ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹൂദ് നിങ്ങളൊന്ന് മറിച്ചു നോക്കണം. ആ സൂറത്തുൽ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 54, 55, 56 വചനങ്ങളിൽ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ഭയക്കുന്ന മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ആ പ്രവാചകന് രോഗം ബാധിക്കുന്നു. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ, ഹൂദ് നബിക്ക് അസുഖം ബാധിക്കുകയാണ്, രോഗം ബാധിക്കുകയാണ്. അങ്ങനെ രോഗം ബാധിച്ച് അദ്ദേഹം വിശ്രമിക്കുമ്പോ ആ നാട്ടിലുള്ള ചില ആളുകൾ, ആ നാട്ടിലുള്ള ചില അന്ധവിശ്വാസികൾ ഹൂദ് നബിയെ സന്ദർശിക്കാൻ വരികയാണ്. എന്നിട്ട് ഹൂദ് നബിയോട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂ, ഹൂദേ, ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ഇലാഹുകളോട് കളിക്കണ്ട, ഞങ്ങളുടെ ആരാധ്യന്മാരോട് കളിക്കണ്ട, അവരുടെ പൊരുത്തക്കേട് തട്ടിയതാണ്, അവരുടെ ഇഷ്ടക്കേട് തട്ടിയതാണ്, അനുഭവിച്ചോ, ഇനിയും ഈ പണിക്ക് നിൽക്കണ്ട. ഹൂദ് നബിയുടെ മറുപടി എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന മറുപടിയാണ്, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന മറുപടിയാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിക്കുക. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി, എൻ്റെ റബ്ബിന് പുറമേ, എൻ്റെ രക്ഷിതാവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പങ്കു ചേർക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകലതുമായും എനിക്കൊരു ബന്ധവുമില്ല, അവയെ എനിക്കൊരു പേടിയുമില്ല, അവനെ എനിക്കൊരു ഭയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖീദൂനി ജമീഅ, നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങളോ നിങ്ങളുടെ ഇലാഹുകളോ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ, ഞാനൊന്ന് കാണട്ടെ. സുമ്മലാ തുൻദിറൂൻ, നിങ്ങൾ പരിഗണിക്കപ്പെടുകയില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യപ്പെടുകയില്ല. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന വചനമാണ്. ഇന്നി തവക്കൽതു അലല്ലാഹ്, ഹൂദ് നബി പറയുകയാണ്, ഞാനിതാ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്. റബ്ബി വ റബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിൽ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ, മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ഈ
പ്രപഞ്ചത്തിനൊരു ജീവിവർഗവുമില്ല. അതിന്റെ കൃത്യമായ നിയന്ത്രണം എൻ്റെ റബ്ബിന്റെ കയ്യിലില്ലാതെ പ്രിയപ്പെട്ടവരെ, രോഗം വന്നാൽ അത് തരുന്നവൻ അല്ലാഹുവാണ്. അതിന് ശിഫ നൽകേണ്ടതും അല്ലാഹുവാണ്. കടമുണ്ടെങ്കിൽ ആ കടം തന്നവൻ അല്ലാഹുവാണ്. ആ കടം മാറ്റേണ്ടതും അല്ലാഹുവാണ്. സന്താനത്തെ നൽകേണ്ടതും അല്ലാഹുവാണ്. അവരെ തിരിച്ചു കൊടുക്കേണ്ടതും അല്ലാഹുവാണ്. സമ്പത്ത് നൽകേണ്ടതും അല്ലാഹുവാണ്. ദാരിദ്ര്യം നൽകേണ്ടതും അല്ലാഹുവാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ നൽകാൻ എൻ്റെ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഷർറുകളുണ്ടോ ആ ഷർറുകളെല്ലാം നൽകാൻ എൻ്റെ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ഔലിയാക്കൾക്കും പൊരുത്തക്കേട് കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഒരു ജാറത്തിൽ കിടക്കുന്ന ഉപ്പുപ്പൊക്കും പൊരുത്തക്കേട് കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഒരു പച്ചപ്പുതപ്പ് പുതച്ച മനുഷ്യൻ വീട്ടിന്റെ വാതിൽക്കൽ വന്നിട്ട് ഇവിടെ ദുർമരണങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നശിച്ചു പോകേണ്ടതല്ല ഒരു മുസ്ലിമിന്റെ നിർഭയത്വം എന്ന് പറയുന്നത്. നടക്കുന്നതെങ്കിൽ നടന്നോട്ടെ, നീ നിന്റെ പാട്ടിന് പോകൂ എന്ന് പറയാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വീടുകളിലാണ്, സുന്ദരമായ വീടുകളിൽ വരാന്ത മുതൽ അടുക്കള വരെ വലിയ തുളയിട്ടിട്ടുണ്ടാകും, വലിയ ഹോൾ ഇട്ടിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയാണത്? ആ പോക്കുവരവ് കൃത്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പച്ചയായ അന്ധവിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരം എത്ര അന്ധവിശ്വാസമാണ്. വീടിന് വേണ്ടി സ്ഥലം എടുക്കുകയാണ്. ഒരു തങ്ങൾ വന്നിട്ട് പറയുകയാണ്, ഈ സ്ഥലത്ത് നിങ്ങൾ വീടെടുത്തുകൂടാ, ഇവിടെ ദോഷമുണ്ട്, ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം തകർന്നു പോകും, നിങ്ങൾക്ക് ദുർമരണം സംഭവിക്കുമെന്നൊരു തങ്ങൾ പറഞ്ഞാൽ അതാ അവന്റെ വിശ്വാസം തകർന്നു പോകുകയാണ്, അവന്റെ നിർഭയത്വം തകർന്നു പോകുകയാണ്. അവൻ കിട്ടിയ പൈസക്ക് നഷ്ടത്തിന് ആ സ്ഥലം കച്ചവടം ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർന്നു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പണം മാത്രമല്ല, നമ്മുടെ വിശ്വാസം കൂടിയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഒരു വീടെടുക്കുമ്പോൾ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, ആ വീടിന് ഭൗമിശാസ്ത്രപരമായ വല്ല കുഴപ്പങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ശൈത്താനുണ്ടോ, ചേക്കുട്ടിയുണ്ടോ, കുട്ടിച്ചാത്തനുണ്ടോ, ഇബ്ലീസ് ഉണ്ടോ? ഇത് നമ്മെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് നോക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചിട്ടുമില്ല, കൽപ്പിച്ചിട്ടുമില്ല. അന്ധവിശ്വാസങ്ങളുടെ കടക്ക് കത്തിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് മുസ്ലിം ഉമ്മത്തിനെ വാണുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും കുടുംബക്കാരെ സംശയിക്കുന്ന ഒരു സ്വഭാവം, അടുപ്പക്കാരെ സംശയിക്കുന്ന ഒരു സ്വഭാവം. അവനെനിക്ക് സിഹിർ ചെയ്തിട്ടാണോ, അവനെനിക്ക് മാരണം ചെയ്തിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം തേടേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവിനോടാണ്, അള്ളാഹുവിനോടാണ്, രാജാതിരാജനായ പടച്ചറബിനോടാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കൃത്യമായ സംരക്ഷണം ഉണ്ടാവുക എന്നതിന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവുമുള്ള അൽക്കാറു സ്വബാഹു വൽ മസാ കൃത്യമായി പാരായണം ചെയ്യുന്ന, കൃത്യമായി ഖുർആൻ ഓതുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരാളെയും പേടിക്കേണ്ടതില്ല. ആ നിർഭയത്വമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ ഇതൊക്കെ ആരുടെയെങ്കിലും പൊരുത്തക്കേടാണ്, ഇതെനിക്കെന്തോ ബാധിച്ചതാണ്, എന്തോ പ്രയാസമുള്ളതാണ്, ആരോ എന്തോ അവിടെ കുഴിച്ചിട്ടതാണ്, അല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ ഖദായാണ്. സിഹറും കണ്ണേറുമെല്ലാം സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ കാര്യം കൊണ്ട് ഉപദ്രവിക്കാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ സാധ്യമല്ല, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ സാധ്യമല്ല, പടച്ച റബ്ബിന്റെ അമ്രില്ലാതെ സാധ്യമല്ല. ആ ഒരു വിഷയത്തിൽ നമ്മൾ സംരക്ഷണം തേടേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവിനോട് മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ്, പടച്ച റബ്ബിനോട് മാത്രമാണ്. രോഗങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ വരുമ്പോ എന്തോ ശകുനമുണ്ട്, എന്തോ ദുശകുനമുണ്ട്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് 7 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ 7 മക്കളിൽ ഒരൊറ്റ സന്താനം മാത്രമാണ് റസൂലുള്ളാന്റെ മരണത്തിന്റെ വഫാത്തിന്റെ സമയത്ത് ജീവനോട് ബാക്കി ഉണ്ടായത്. ബാക്കി 6 മക്കളും മരണപ്പെട്ടു പോയി എന്നതാണ്. 6 മക്കളും മരിച്ചുപോയി. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളാണെങ്കിൽ എന്താ പറയാ, എന്തോ ആ വീട്ടിലെന്തോ ശകുനമുണ്ട്, ആ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, ആ വീട്ടിലെന്തോ ദുശകുനമുണ്ട് എന്നാണ് പറയുക. എന്ത് ദുശകുനം പ്രിയപ്പെട്ടവരെ, എന്ത് ത്വയ്ർ? അത്തരത്തിലൊന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല.
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യദ്ഖുലൂന മിൻ ഉമ്മത്തി 70000 മിനൽ ജന്നതി ഇലൽ ജന്നതി ബിഗൈരി ഹിസാബ്. 70,000 വരുന്ന വിഭാഗം എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഹിസാബും ഇല്ലാതെ ഒരു വിചാരണയുമില്ലാതെ അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നതാണ്. അവരുടെ പ്രത്യേകത എന്താണ്? വലാ യസ്തറഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോ മന്ത്രിച്ച വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടൂല. ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോ വേഗം പോയി മന്ത്രിച്ച വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മന്ത്രിച്ചിട്ട് ഏലസ് കെട്ടുക, അല്ലെങ്കിൽ ഇരുമ്പിന്റെ വളടുക. ശൈത്താൻ ഇടങ്ങറാക്കാൻ വന്നാണ്, ശൈത്താൻ വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ വളടുക. കണ്ണേറ് ബാത്തിലാവാൻ വേണ്ടിയിട്ട് ഉണക്കമുളക് അടുപ്പിലിട്ട് പൊട്ടിക്കുക, കടുകടുപ്പിലിട്ട് പൊട്ടിക്കുക. ഇമാതിരി തക്കുടു പരിപാടികൾക്ക് അവരെ കിട്ടില്ല. അവർ ശകുനം നോക്കൂല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഇന്നും ബാക്കി നിൽക്കുന്ന ഒരുപാട് ശകുനങ്ങൾ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിറകുന്ന് വിളിച്ചാലായി, പിറകുന്ന് വിളിക്കല്ലേ, എന്തിനാ വേക്കെന്ന് വിളിക്കുന്നത്? വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ചൂലും കൊണ്ട് നിന്നാൽ അന്നത്തെ ദിവസം നശിച്ചു പോയി. വണ്ടിയായിട്ട് എങ്ങനെ പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ഉള്ളിന്റെ ഉള്ളിലൊരു ഭയം, എന്തെങ്കിലും സംഭവിക്കും. കണ്ണൊന്ന് പടച്ചു പോയാൽ ഞാൻ ഇന്ന് കരയും, ഉറപ്പാണ്. അങ്ങനെ ഒരു സംഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവർ അവരുടെ രക്ഷിതാവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നവരാണ്, അതിലൊരു ഒട്ടുവീഴ്ചയും ഇല്ലാത്തവരാണ്. അങ്ങനെ ജീവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാം, പടച്ചോന്റെ വഹ്ദാനിയത്തിന്റെ കലിമ ചൊല്ലി മരിക്കാം. അള്ളാഹനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുക, പടച്ച റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക, മറ്റൊരാളെയും പേടിക്കണ്ട, അള്ളാഹനെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും അത് അള്ളാഹ് തന്നതാണെന്ന് മനസ്സിലാക്കുക. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ചിലപ്പം ഈ കൂട്ടത്തിൽ പലർക്കും അറിയുന്ന ആളായിരിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല ചികിത്സകളും നടത്തി, പല ട്രീറ്റ്മെന്റും നടത്തി. അവസാനം ചിലരൊക്കെ അവനോട് വന്ന് ഉപദേശിച്ചു. എന്താ ഉപദേശം എന്നറിയോ? ഒന്ന്, നമ്മുടെ നാട്ടിലൊരു അടുത്തൊരു പ്രദേശം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു നോക്ക്, കാഴ്ച തിരിച്ചു കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ പറയാ. അവിടെ പോയിട്ട് ഉരുളി കമഴ്ത്തിയിട്ട് എനിക്ക് കുട്ടിനെ കിട്ടിയിട്ടുണ്ട്, അവിടെ അപ്പം ചുട്ടു കൊടുത്തിട്ട് എൻ്റെ കാലുവേദന മാറിയിട്ടുണ്ട്. ഇതേപോലെ അവിടെ പോയി വെള്ളം കുടിച്ചിട്ട് കുറെ ആൾക്കൊക്കെ കാഴ്ച തിരിച്ചിട്ടിട്ടുണ്ട്. നീ ഒന്ന് പോയിട്ട് അവിടെ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എന്നിട്ടൊന്ന് നോക്കുന്നത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മറുപടിയാണത്. ആ മറുപടി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തകരൂല, എവിടെയും പതരൂല, തകർന്നു പോലും നമ്മൾ. എന്താ പറഞ്ഞറിയോ? അങ്ങനെ പോയിട്ട് കിട്ടുന്ന കാഴ്ച വേണ്ടെങ്കിലോ? അങ്ങനെ പോയിട്ട് കിട്ടുന്ന കാഴ്ച വേണ്ട. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ പോയിട്ട് കാഴ്ച കിട്ടൂ തന്നെ ആയിരിക്കാം, ആ കാഴ്ച എനിക്ക് വേണ്ട, ഞാൻ അന്ധനായി ജീവിച്ചോളാം. എന്റെ തൗഹീദ് ബലി കഴിച്ചിട്ട്, എന്റെ ആദർശം ബലി കഴിച്ചിട്ട് എനിക്ക് കാഴ്ച വേണ്ട. അന്ധതയാണ് എനിക്കിഷ്ടം. അന്ധനായ മുവഹിദാണ് കാഴ്ചയുള്ള മുവഹിദല്ലാത്തവരെക്കാൾ ഇഷ്ടമെന്ന സത്യം മനസ്സിലാക്കിയവരാണ് യുവാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അടിയുറച്ച അചഞ്ചലമായ ആദർശത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദിൽ വിട്ടുവീഴ്ചയില്ലാതെ. ഇനി പ്രിയ, എന്താണ് നമ്മൾ പറയുന്നത്? അല്ലാഹനെ വിളിക്കാനാണ് പറയുന്നത്. ആ കാര്യത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് അവസാനമായി ഞാൻ ഒരു ഉദാഹരണം പറയാം, ഏറ്റവും അവസാനമായി. ഇനി ഒന്നും പറയാൻ ഞങ്ങളോട് എന്താണെന്നറിയോ? 2 ഗ്ലാസ് വെള്ളം. ആ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് കാണിച്ചിട്ട് നാട്ടുകാർ മുഴുവനും പറയാണ്, ആ നല്ല വെള്ളം, അത് കുടിച്ചോ, ഒരു കുഴപ്പമില്ല. നാട്ടുകാർ മുഴുവൻ അതാ പറയുന്നത്, അത് കുടിച്ചോ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. മറ്റേ ഗ്ലാസ് കാണിച്ചിട്ട് കടത്തിണ്ണയിലും മറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അത് കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. വേറെ കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് അത് കുടിക്കണ്ട, അതിൽ വിഷമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം. ഈ നല്ല ഗ്ലാസ് വെള്ളം എല്ലാവരും ഒരുപോലെ നല്ല വെള്ളാണെന്ന് പറയുന്ന വെള്ളം ഇവിടെ വെച്ചിട്ട് സംശയമുള്ള ഈ വെള്ളം കുടിക്കുന്നവൻ ആരാണ്? ബുദ്ധിയുള്ളവരെ ചെയ്യോ? വിവേകമുള്ളവരെ ചെയ്യോ? മുജാഹിദുകൾക്ക് പറയാനുള്ളത് ഇതാണ്. അള്ളാനെ വിളിക്കുന്നത് കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറയോ? സുന്നി പറയോ? AP പറയോ? EK പറയോ? മുജാഹിദ് വിഭാഗങ്ങൾ പറയോ? തബ്ലീഗ് പറയോ? ജമാഅത്ത് പറയോ? ഇല്ല, ആരും പറയില്ല. എന്നാൽ ഔലിയാക്കളെ വിളിക്കുന്നതോ, അത് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന 2 വിഭാഗം മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കി വിഭാഗങ്ങളൊക്കെ അത് തെറ്റുണ്ട് എന്ന് പറയുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഏത് സ്വീകരിക്കണം? ബുദ്ധിയുള്ളവർ ഏത് സ്വീകരിക്കണം? തിരിച്ചറിവുള്ളവർ ഏത് സ്വീകരിക്കണം? മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന തൗഹീദിന്റെ മാർഗം സ്വീകരിക്കണം. അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്ന മാർഗം സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഈ പറയുന്ന ഷിർക്കിന്റെ ആദർശത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച പല ആളുകളുടെയും ഇന്നത്തെ സംസാരം കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്.
അവർ തൗഹീദിനെ കുറിച്ച് പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് സംസാരിക്കാൻ. ഈ പറയുന്ന പടച്ച റബ്ബാണെന്ന് പറയുമ്പോൾ അവർക്ക് വേദനിക്കാൻ, കാരണം അവരുണ്ടാക്കിയതാണ്, അവരുടെ ആദർശമാണ് അവസാനം ഇവിടേക്ക് എത്തിയത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളാക്കി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. അവസാനം നിന്നിലേക്ക് മരിച്ചു തിരിച്ചു മടങ്ങി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഉരുവിട്ട് കൊണ്ടുവരാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.